അപ്പൊ നമ്മുടെ മൊബൈൽ സർവീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നേരെ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ എടപ്പള്ളിയിലാണ് ഉള്ളത്. അപ്പൊ എടപ്പള്ളിയിൽ പോഞ്ഞ വഴിയെ കുറെ നാളായിട്ട് അനുസരിച്ചുകൊണ്ട് പറയുന്ന ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം, എൻ്റെ മുഖത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് സ്റ്റൈൽ ആകണമെന്നൊക്കെ. അപ്പോൾ പോഞ്ഞ വഴിയിൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് മാജിക് മിറർ. അപ്പോൾ ആഗ്രഹം പറഞ്ഞേക്കണ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആഗ്രഹം വെച്ച് നീട്ടിക്കൊണ്ടോണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി വെക്കേണ്ട. അങ്ങനെ നമ്മളാ തലയൊക്കെ കഴുകി ഹെയർ ഒക്കെ കട്ട് ചെയ്യാനായിട്ടൊക്കെ ആരംഭിച്ചു. അപ്പോൾ അവരെൻ്റെ മുഖമൊക്കെ നോക്കിയിട്ട് ഹെയർ പറ്റണ സ്റ്റൈലൊക്കെ അവരെന്നെ ഒന്ന് സജസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞിട്ട് ഹെയർ ഒക്കെ കട്ട് ചെയ്ത് തുടങ്ങി. ഞാൻ എന്താണ് മനസ്സിൽ പ്രതീക്ഷിച്ചത് ഏകദേശം അതേപോലെയൊക്കെ തന്നെ വന്നിട്ട് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ റീലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ സേവ് ചെയ്ത് കാര്യങ്ങൾ വെക്കലാണ് പണി. അപ്പൊ ഇതേപോലെയൊക്കെ ഒന്ന് റീലൊക്കെ ചെയ്യണം, ഇതേപോലെയൊക്കെ ഒന്ന് ഹെയർ കട്ട് ചെയ്തിട്ട് തലയൊക്കെ കുലുക്കി ഒരു റീലൊക്കെ ചെയ്യണമെന്ന് കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. മുടിയൊക്കെ വെട്ടി വന്നപ്പോ ഞാൻ തന്നെ മാറിപ്പോയി ഗൈസ്. അതൊക്കെ എൻ്റെ കോലം നിങ്ങൾ നേരത്തെ വന്നപ്പോഴും ഇപ്പോഴുള്ള കോലം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പം മുമ്പുണ്ടായ കോലോണ ഇപ്പത്തെ കോലോണ നല്ലതൊന്നും ഒന്ന് നിങ്ങൾ പറഞ്ഞ് എനിക്ക് കമന്റ് ഇടണം. എനിക്കൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഹെയർ ഒക്കെ കട്ട് ചെയ്ത് ഇനിയിപ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ക്ലിപ്പും സ്ലൈഡൊക്കെ കുത്തിയിട്ട് അത് ഒതുക്കി വെക്കും, അത് വേറെ കാര്യം. അങ്ങനെ മുടി കെട്ടി ഒതുക്കി വെക്കാനാണെന്നുണ്ടെങ്കിൽ കൈ തല്ലുടിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ചേട്ടൻ മുടി വെട്ടാൻ കയറ്റിയേക്കണത് തന്നെ. അപ്പം മുടിയൊക്കെ വെട്ടി ഇതേപോലെ തലയൊക്കെ ഒന്ന് കുലുക്കി സ്ലോ മോഷനിൽ ഇങ്ങനെ ഹെയർ ഒക്കെ ഒന്ന് കുലുക്കി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അതേപോലെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതെന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ നല്ല സ്റ്റൈലായിട്ട് മുടിയൊക്കെ വെട്ടിയിട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പൊ നിങ്ങൾ എൻ്റെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അങ്ങനെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ കോലം പഴയ പോലെ. എന്നാൽ ആ 2 മിനിറ്റ് ആ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കിട്ടിയപ്പോൾ ആ ഒരു സന്തോഷം ഒന്നും പറയണ്ട മക്കളെ. വല്ലാത്ത ഹാപ്പിയായിരുന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹിച്ച കാര്യം കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പം ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഇനി എൻ്റെ തലകുലുക്കലും ഇത്തിരി ഷോയപ്പൊക്കെ കാണേണ്ടി വരും. ഒന്ന് സഹിച്ച് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.